ഹായ്, ഞാൻ അഞ്ജു. ഞാനൊരു നേഴ്സാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ സ്ട്രോക്കിനെ പറ്റിയാണ്. മലയാളത്തിൽ ഇതിനെ പക്ഷാഘാതം, മസ്തിഷ്കാഘാതം എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് സ്ട്രോക്ക്? നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഫ്ലോ ഉണ്ട് അല്ലേ? ബ്ലഡ് ആണ് നമുക്ക് ഓക്സിജൻ, നമ്മുടെ ഓരോ കോശങ്ങൾക്കും ഓക്സിജൻ, വേണ്ട പോഷകങ്ങൾ, ഓക്സിജന്, ന്യൂട്രിയൻസ് ഒക്കെ കൊണ്ട് കൊടുക്കുന്നത് ബ്ലഡാണ്. അപ്പം നമ്മുടെ ഈ ബ്രെയിനിലേക്ക് ബ്ലഡ് ഫ്ലോ ഉണ്ട്. ആ ബ്രെയിനിലേക്ക് പ്രോപ്പറായിട്ട് ബ്ലഡ് ഫ്ലോ നടക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ സെല്ലിന് ആവശ്യമായ പോഷകങ്ങളും ഓക്സിജനും ന്യൂട്രിയൻസ് ഒന്നും കിട്ടാതെ ആകുമ്പോൾ അവ പെയ്യെ ഗ്രാജ്വലി ആ ബ്രെയിൻ സെല്ല് ഡാമേജ് ആവുന്നു. പിന്നെ ബ്രെയിൻ സെല്ലിന് ഡെത്ത് സംഭവിക്കുന്നു. അതുമൂലം ഭാവിയിൽ നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകുന്നു, ലോങ് ടേം ഡിസബിലിറ്റി ഉണ്ടാകുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു വശം തളർന്നു പോകാം, പാരലൈസ്ഡ് ആവാം, നമ്മുടെ സ്പീച്ചിനെ അഫക്റ്റ് ചെയ്യാം, നമുക്ക് വ്യക്തതയോടുകൂടി നമുക്ക് സംസാരിക്കാൻ പറ്റാതെയാവും, ബവൽ മൂവ്മെൻറ്റിനെയും ബ്ലാഡർ മൂവ്മെൻറ്റിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ കാഴ്ചയെ അത് അഫക്റ്റ് ചെയ്യാം. അങ്ങനെ പല നമ്മുടെ ഭാവിയിൽ നമ്മുടെ ഹെൽത്ത് പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാക്കിയേക്കാം. ഇതുമൂലം മരണം വരെ സംഭവിക്കാം ആൾക്കാരിൽ. അപ്പം ഈ സ്ട്രോക്കിനെ നമ്മൾ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. സ്ട്രോക്കിൻ്റെ സിംറ്റംസിനെ മെയിനായിട്ട് കുറച്ച് സിംറ്റംസ് ഉണ്ട്. അതിനെ നമ്മൾ പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് ഏത് വ്യക്തിയിലാണോ വരുന്നത് സംഭവിക്കുന്നത്, ആ പേഷ്യൻറ്റിനെ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് ഉള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമെങ്കിൽ, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അവർക്ക് കൊടുക്കാമെങ്കിൽ ഈ സ്ട്രോക്ക് എന്ന് പറഞ്ഞ ഈ അസുഖത്തിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. നല്ലതായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നല്ലൊരു റീഹാബിലിറ്റേഷനൊക്കെ കൊടുക്കാമെങ്കിൽ കംപ്ലീറ്റായിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. സ്ട്രോക്കിൻ്റെ സർവൈവൽ റേറ്റ് അല്ലെ റിക്കവറി റേറ്റ് വളരെ കൂടുതലാണ്. If you are giving treatment at proper time in a proper way, correct right ടൈമിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് അവർക്ക് ആ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകാമെങ്കിൽ ഇതിൻ്റെ ഒരു സർവൈവൽ റേറ്റ് അല്ലെ റിക്കവറി റേറ്റ് വളരെ കൂടുതലാണ്. അപ്പം ഇങ്ങനെയൊരു പേഷ്യൻറ്റിനെ നമ്മൾ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ആ വാർണിംഗ് സൈൻ അറിഞ്ഞിരിക്കണം അല്ലേ? മെയിനായിട്ടുള്ള സിംറ്റംസ് നമുക്ക് കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോ കൂടി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്നാൽ അതിൻ്റെ വാർണിംഗ് സൈൻ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ എൻ്റെ ചുരുക്കമായ രൂപത്തിലൊരു വേർഡ് ഉണ്ട്. അതാണ് ഫാസ്റ്റ്. ഈ ഫാസ്റ്റ് എന്നുള്ള വേർഡ് എപ്പോഴും നമ്മുടെ ഓർമ്മയിലിരിക്കുക. ഓക്കെ, അത് രണ്ട് അർത്ഥത്തിൽ നമുക്ക് അതിനെ എടുക്കാം. ഒന്നാമതായിട്ട് അതിൻ്റെ ഓരോ ലെറ്റേഴ്സ് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ സിംറ്റംസ് കിട്ടും. ആദ്യത്തെ 3 ലെറ്റേഴ്സ്, ഫാസ്റ്റിലെ 3 ലെറ്റേഴ്സ് നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ അതിൻ്റെ സിംറ്റംസ് കിട്ടും. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി രണ്ടാമതെന്ന് പറയുന്ന ഒരു അർത്ഥം എന്ന് പറയുന്നത് ഈ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്വിക്ക്. എത്രയും പെട്ടെന്ന് ആ വ്യക്തിയെ ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്, എത്രയും പെട്ടെന്ന് നമുക്ക് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ച് അവർക്ക് ട്രീറ്റ്മെൻറ്റ് ലഭ്യമാക്കുക. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് എക്സ്പാൻഡ് ദാറ്റ് വേർഡ്. ഓക്കെ, ഓരോ ലെറ്റേഴ്സും നമുക്ക് നോക്കാം. ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ FAST, ഈ 4 ലെറ്റേഴ്സാണ് അതിലുള്ളത്. അപ്പോൾ ആദ്യത്തെ എഫ് എന്തിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? എഫ് എന്ന് പറയുന്നത് ഫേസ് വീക്ക്നെസ് അല്ലെങ്കിൽ ഫേസ് ഡ്രൂപ്പിംഗ്, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഫേസ് വീക്ക്നെസ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന, അല്ലെ ആ വ്യക്തിയുടെ മുഖം നോക്കുക, എന്നിട്ട് അവരോട് പറയാം ക്യാൻ യു സ്മൈൽ, അല്ലേ? അവരോട് ചോദിക്കാം നിങ്ങൾക്ക് സ്മൈൽ ചെയ്യാൻ പറ്റുമോ? അവരുടെ സ്മൈൽ അൺഈവനാണ്, അവർക്ക് പ്രോപ്പറായിട്ട് ചിരിക്കാൻ പറ്റുന്നില്ല. അവരുടെ മൗത്ത് ശ്രദ്ധിക്കുക, മൗത്ത് ഒരു വശത്തേക്ക് കോടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സൈഡിലെ ഫേസ് കോടിയിരിക്കുന്നു. അവരുടെ ഐ ഇങ്ങനെ ഡ്രൂപ്പ് ചെയ്തിരിക്കുന്നു. ഞാനിവിടെ ഒരു പിക്ചർ കാണിക്കാം. അതിനകത്ത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം എങ്ങനെയാണ് സ്ട്രോക്ക് വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ഫേഷ്യൽ മസിൽ ഇരിക്കുന്നത്, അതെങ്ങനെയാണ് ഡ്രൂപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രോക്കിൽ ഏതെങ്കിലും ഒരു സൈൻ, ഈ ഫേസിലെ ഈ 3 ലെറ്റേഴ്സിലെ ഏതെങ്കിലും ഒരു സൈൻ നിങ്ങൾ കാണുവാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പം ഫേസ് എന്ന് പറയുമ്പോൾ ഫേസ് വീക്ക്നെസ് അല്ലെങ്കിൽ ഫേസ് ഡ്രൂപ്പിംഗ് കാണുവാണെങ്കിൽ അത് ഒരു സൈനാണ്, ഒരു വാർണിംഗ് സൈനാണ്. രണ്ടാമത്തേതാണ് ആം വീക്ക്നെസ് ഓർ ആം ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ആ വ്യക്തിയോട് നമുക്ക് പറയാം ഇങ്ങനെ അവർ 2 കൈകളും ഇങ്ങനെ റേസ് ചെയ്യാൻ പറയാം, ചെസ്റ്റ് ലെവലിലായിട്ട് റേസ് ചെയ്യാം. അവർക്ക് 2 കൈകളും ഇങ്ങനെ റേസ് ചെയ്ത് ഇങ്ങനെ പിടിക്കാമെങ്കിൽ ഓക്കെ, ദേ ആർ ഓക്കെ എന്ന് പറയാം. അല്ല അവരുടെ ഒരു ആം
അവരിങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നു, ഡൗൺവേർഡ്സിലേക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് അർത്ഥമാക്കുന്നത് അവരുടെ ആമിന് വീക്ക്നെസ് ഉണ്ടെന്നാണ്. അപ്പോൾ ആം വീക്ക്നെസ് അല്ലെങ്കിൽ ആം ഡ്രിഫ്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ സൈൻ. മൂന്നാമത്തെ സൈനാണ് എസ്. നമ്മൾ ഫാസ്റ്റിൻ്റെ എഫ് കവർ ചെയ്തു, എ കവർ ചെയ്തു, ഇനി എസ്. എസ് എന്ന് പറയുന്നത് സ്ലേർഡ് സ്പീച്ച്. അവരുടെ സ്പീച്ച് നമ്മളൊന്ന് നോക്കുക. അവർക്ക് എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടോ, അവർക്ക് കമ്മ്യൂണിക്കേഷനിൽ അവർക്ക് അവരുടെ സ്പീച്ചിന് എന്തെങ്കിലും അവർ സ്പീക്കിംഗ് ഡിഫിക്കൽറ്റി ഉണ്ടോ, അതായത് അവർക്ക് വേർഡ് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, അവരുടെ വേർഡ് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് വരുന്ന, അല്ല വ്യക്തതയോടുകൂടി അവർക്ക് പറയാൻ പറ്റുന്നില്ല വാക്കുകൾ, എങ്കിൽ അത് സ്ലേർഡ് സ്പീച്ച് എന്ന് പറയുന്നു. അതാണ് എസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഈ 3 FAS, ഈ 3 സൈൻസിൽ ഏതെങ്കിലും ഒരു സൈൻ കണ്ടാൽ മതി. അല്ലെങ്കിൽ ഇത് 3ഉം കൂടിയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈൻ കണ്ടാൽ അത് ടൈം, ദാറ്റ് ഈസ് ടൈം. ടി എന്ന് പറയുമ്പോൾ ടൈം ടു കോൾ മെഡിക്കൽ എമർജൻസി ടീം, അല്ലേ? അത് ഓരോ കൺട്രിയിലെ ഓരോ കോഡാണ് നിങ്ങളുടെ മെഡിക്കൽ എമർജൻസിയെ വിളിക്കാനുള്ള നമ്പർ. അപ്പോൾ നിങ്ങൾ ഏത് കൺട്രിയിലാണോ താമസിക്കുന്നത്, മെഡിക്കൽ എമർജൻസി ടീം നിങ്ങൾക്ക് പാരാമെഡിക്സ് അവൈലബിൾ ആണ്. നിങ്ങൾ അവരെ എത്ര പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. എന്നിട്ട് പറയുക ഈ സിംറ്റംസ് അല്ലെങ്കിൽ സയൻസ് പേഷ്യൻറ്റ് കാണിക്കുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് അവരോട് പറയുക. അവർ വരും. ഒട്ടുമിക്ക പാരാമെഡിക്സും ഇതിന് ട്രെയിൻഡാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട്. അവർ വന്ന് വീട്ടിൽ തന്നെ ഫസ്റ്റ് എയ്ഡ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ അവർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ല എങ്കിൽ ഇതൊന്നും ലഭ്യമല്ല, പാരാമെഡിക്സ് ഒന്നും ലഭ്യമല്ല, അല്ല ഒരു മെഡിക്കൽ എമർജൻസി ടീമിനെ നിങ്ങൾക്ക് ലഭ്യമല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആശുപത്രി, നിങ്ങളുടെ അടുത്തുള്ള ആശുപത്രി കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് ആ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ്, അവർക്കുള്ള ഫസ്റ്റ് എയ്ഡെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. ദെൻ കണ്ടിന്യൂസ് ഉള്ള ട്രീറ്റ്മെൻറ്റ് അവർക്ക് എത്തിക്കുക. ഇതിനെപ്പറ്റി കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉപയോഗപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് ഉപയോഗിക്കുക. ആരെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ സേവ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ